അരിക്കൊമ്പനും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഒരു സംതൃപ്ത കുടുംബം. നമ്മൾ മനുഷ്യന്മാരുടെയൊക്കെ പറയുമ്പോൾ ഭാര്യയും പറ്റുമെങ്കിൽ വൈകുന്നേരം അവർ സിനിമക്ക് പോകുമെന്ന് വരെ പറഞ്ഞു പോകുമായിരുന്നു. ആനക്കൂട്ടത്തിന് നമ്മൾ കരുതുന്നത് പോലെ ഒരു കുടുംബമൊന്നുമില്ല. വളരെ സ്നേഹത്തോടെ പെരുമാറിയെന്ന് അവകാശപ്പെടുന്ന പല പാപ്പാന്മാരെ പോലും ഈ മസ്തിൻ്റെ കാലത്ത് ആനകൾ കൊല്ലുന്നു. ആനകൾ ഒരാൾ അതിൻ്റെ അടുത്തോട്ട് പോയി എന്ന് വിചാരിച്ച ഉടനെ തന്നെ അയാളെ ചവിട്ടിക്കൊല്ലുന്ന ആനകളൊന്നുമല്ല കാട്ടാനകളെല്ലാം. ആനകളിൽ ഒരു വ്യക്തിയല്ല, ഒരാന കുടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ രക്ഷിക്കാൻ ബാക്കിയുള്ളവരെല്ലാവരും കൂടിയിട്ട് ഇടപെടും. ആനകൾക്ക് കണ്ണീര് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇമോഷണൽ ടേഴ്സ് എന്ന് പറയുന്നതില്ല. നമ്മൾ കരുതുന്ന പോലത്തെ വെറും ഒരു മൃഗമല്ല അത്. നമ്മൾ കിടങ്ങുണ്ടാക്കി കഴിഞ്ഞാൽ കിടങ്ങ് എങ്ങനെയാണ് പൊളിക്കേണ്ടതെന്ന് ആനക്കറിയാം. മതിലുണ്ടാക്കിയാൽ മതിലെങ്ങനെയാണ് പൊളിക്കേണ്ടതെന്ന് ആനക്കറിയാം. കമ്പിവേലികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വൈദ്യുത വേലികൾ എങ്ങനെയാണ് തകർക്കേണ്ടതെന്ന് വളരെ പെട്ടെന്ന് തന്നെ അവർ പഠിച്ചെടുക്കും. അടുത്ത തലമുറക്കും കൂടി അത് പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യും. ഒരു ആനയുടെ മുന്നിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? നിങ്ങൾ ആനയുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിട്ട് ഓടണം. ആന ചാർജ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് അയാളെ ഇല്ലാതാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണെങ്കിൽ വേറെ പരിഹാരങ്ങളൊന്നുമില്ല. പൊതുവേ നാട്ടു സംസാരങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യം, നിങ്ങളൊരു ജീവിയെ ഉപദ്രവിക്കാതെ ആ ജീവി തിരിച്ചു ഉപദ്രവിക്കില്ല എന്നാണല്ലോ. എല്ലാ ആനകളും അങ്ങനെ മാന്യന്മാരും അല്ല. ഒരു കാരണവുമില്ലാതെ വെറുതെ പോകുന്ന വഴിക്കൊക്കെ വെറുതെ രണ്ടടി കൊടുക്കുന്ന സ്വഭാവമുള്ള ആനകൾ, ഇതിന് ഹാബിച്വലായിട്ടുള്ള. നമ്മുടെ കാട്ടിലെ ഏറ്റവും കരുത്തനായിട്ടുള്ള ജീവിയാണ് കടുവ. അതിൻ്റെ മുകളിൽ കടുവക്ക് ഭയപ്പെടാൻ ആരുമില്ല. അവരുടെ ഭക്ഷണത്തിൻ്റെ മെനു ലിസ്റ്റിലുള്ള ആളെയല്ല നമ്മൾ. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം മനുഷ്യനെ ഭക്ഷണമാക്കുന്നതോട് കൂടിയിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രതിരോധം കുറഞ്ഞ, ഒന്നും പേടിക്കാനില്ലാതെ വളരെ കൂളായിട്ട് നമുക്ക് തിന്നാൻ പറ്റുന്ന ജീവിയാണ് മനുഷ്യൻ. അത് നരഭോജി കടുവ അല്ലാത്ത കടുവ എന്നുള്ളൊരു വ്യത്യാസം ശരിക്കും ഉണ്ടോ? 10-15 ശ്രമങ്ങൾക്ക് ശേഷമാണ് ഒരു തീറ്റ കിട്ടുക. വളരെ കാലമായിട്ട് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് മുള്ളംപന്നി മുള്ളു തെറിപ്പിക്കും. അങ്ങനെ ഒരു കഴിവില്ല. അപ്പോൾ കാട്ടിൽ നമ്മൾ കയറുന്നതോട് കൂടിയിട്ട് എല്ലാ ജീവവർഗ്ഗങ്ങളും, നമ്മൾ ഒരു ജീവിയും കാണുന്നതിന് മുമ്പ് ആ ജീവികളൊക്കെ നമ്മുടെ സാന്നിധ്യം അറിയുന്നുണ്ട്. കരടികൾ വളരെ അഗ്രസീവായിട്ട് ആക്രമിക്കുന്ന ഒരു ജീവികളാണ്. ബാക്കി ജീവികളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിന് പകരം കരടികൾ നമ്മുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നേരെ തന്നെ വന്ന് ചിലപ്പോൾ നമ്മളെ മാന്തി പൊളിച്ച് നമ്മുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഒരു ജീവിയാണ്. പക്ഷേ ഈ വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമൊക്കെയായ പല മാനങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു കഴിഞ്ഞ എപ്പിസോഡിൽ. ഞാൻ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു വിഷയം വന്യജീവികളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും വന്യജീവികൾ, പ്രത്യേകിച്ചും ആന, കടുവ, കാട്ടുപോത്ത്, കരടി, കാട്ടുപന്നി തുടങ്ങിയ ജീവികളെക്കുറിച്ചുള്ള മനുഷ്യരുടെ അറിവുകളിൽ ശാസ്ത്രീയമല്ലാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നാട്ടിൻപുറത്തുള്ള ഊഹാപോഹങ്ങൾ, കഥകൾ, ഇതുമായി ബന്ധപ്പെട്ട് പെരുപ്പിക്കുന്ന പല കാര്യങ്ങൾ, കാൽപ്പനികമായ പല പരികൽപ്പനകൾ, ഇതിനകത്തൊക്കെ നിന്നുകൊണ്ടാണ് മനുഷ്യർ പലപ്പോഴും ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഈ റിയാലിറ്റി അറിയാതെ പോകുന്ന പ്രശ്നമുണ്ട്, പ്രത്യേകിച്ചും സയൻസ് അറിയാതെ പോകുന്ന പ്രശ്നം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കാട്ടാനയുമായി ബന്ധപ്പെട്ട് തന്നെയും പലതരം വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ട്, അല്ലാത്ത കാര്യങ്ങളുണ്ട്. പിന്നെ നാട്ടിൻപുറത്ത് നമ്മൾ പൊതുവേ ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. വളരെ ഒഫീഷ്യലായിട്ട് നാട്ടുകാരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വമുള്ള ഒഫീഷ്യൽസ് പോലും തെറ്റായ വിഷയങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആദിവാസികളെ ആന ഒന്നും ചെയ്യില്ല, ഈ കുടിയേറ്റക്കാരായ അല്ലെങ്കിൽ കാട് കയ്യേറുന്ന മനുഷ്യരാണ് ഇതിൻ്റെ വിക്ടിംസ് ആവുന്നതെന്ന് എപ്പോഴും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ റിയാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ സമീപകാലത്ത് കേരളത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും ആദിവാസികളാണ്, അല്ലെങ്കിൽ ധാരാളം ആദിവാസികൾ ആ നിലക്ക് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയുന്ന ഇപ്പം നിലമ്പൂരിലൊക്കെ തന്നെയുള്ള പൂച്ചപ്പാറ മണിയെയും അതേപോലെ കരിമ്പുഴ മാതനെയൊക്കെ പോലെയുള്ള ചോലനായിക്ക ആദിവാസികൾ കാടിനകത്ത് ഒരർത്ഥത്തിൽ വന്യജീവികളെ പോലെ ജീവിക്കുന്ന മനുഷ്യരായിരുന്നു അവർ. അതായത് അളകളിൽ താമസിച്ച് കാടിൻ്റെ എല്ലാതരം കാര്യങ്ങളോടും ചേർന്ന് നിന്ന് ജീവിക്കുന്ന മനുഷ്യർ, കാടിനകത്ത് ഒരു മനുഷ്യായുസ് മുഴുവൻ കാടിൻ്റെ എല്ലാ സമഗ്രതകളിൽ ലയിച്ച് ജീവിച്ച മനുഷ്യർ പോലും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കാട്ടാനയുടെ മുന്നിൽ പെടുകയും കാട്ടാന അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ആനയുടെ ഒരു സ്വഭാവത്തെ നമ്മൾ എങ്ങനെയാണ് റിയലൈസ് ചെയ്യേണ്ടത്? അത് കാടിനകത്ത് നമ്മൾ ഒരു ആനയുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാട് ഇറങ്ങി ആന വരുന്നതിൻ്റെ കാരണങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്?
ആനയാണ് നമുക്ക് വന്യജീവികളിൽ ഏറ്റവും പരിചിതമായിട്ടുള്ള ജീവി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ആനയെ പണ്ട് മുതലേ നമ്മുടെ കൂടെ തന്നെ കൂട്ടിയിട്ടുണ്ട്. മറ്റു മൃഗങ്ങളൊന്നും അങ്ങനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും അത് സ്വഭാവം മാറുന്നുണ്ട്. ആന ഒരിക്കലും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടില്ല. ആന ഇപ്പോഴും നാട്ടാന എന്നൊക്കെ വിളിക്കുന്നത് ഒരു വന്യജീവിയായിട്ട് തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത്. അതായത് 10,000 കൊല്ലം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മനുഷ്യ കൃഷിയൊക്കെ തുടങ്ങിയതിൻ്റെ ശേഷം നമ്മൾ ഇതുമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്. കുറേ കഴിയുമ്പോഴേക്കും നമുക്കറിയാം യുദ്ധങ്ങളുടെയൊക്കെ കാലം എത്തുമ്പോഴത്തേക്ക് രാജാക്കന്മാരുടെയൊക്കെ പടകളിൽ പ്രധാനമായിട്ടുള്ള ഭാഗം വരുന്നത് ആനപ്പടകളാണ്. അത് മുഗളന്മാരുടെ ആയാലും ബാക്കിയുള്ള ഇന്ത്യയിലുള്ള പല രാജാക്കന്മാരുടെയും ആനകളുണ്ട്. അപ്പം നമുക്ക് പഴയ കഥകളൊക്കെ ചരിത്രമൊക്കെ പറയുമ്പോൾ നമ്മൾ ആനകൾ, അപ്പോൾ അന്ന് തൊട്ടേ നമുക്ക് ആനയുടെ സ്വഭാവം അറിയുമെന്നാണ് നമ്മൾ കരുതുന്നത്. ആനയെ സത്യത്തിൽ നമ്മൾ മെരിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ഇണക്കിയിട്ടില്ല. ഇണങ്ങുന്ന ഒരു ജീവിയാണെന്ന് തോന്നുന്നില്ല. അത് പലപ്പോഴും പലരും പറയാറുണ്ട് ആന ഇണങ്ങിയ ആനകളുണ്ട്, കേരളത്തിൽ തന്നെയുണ്ട്, അതിന് ഉദാഹരണങ്ങളൊക്കെ ആയിട്ട് പറയും. പക്ഷേ ഇതേ ഇണങ്ങിയ ആനകൾ തന്നെ എത്രയോ പാപ്പന്മാരെ കൊന്നിട്ടുമുണ്ട്. അതിൻ്റെ കഥകൾ ആരും പറയുകയും ചെയ്യില്ല. അപ്പം ഇണക്കം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കേഷനായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമ്മളെ പശു, അതേപോലെ ഏതെങ്കിലും നായ, പൂച്ച, അതേപോലെയുള്ള ജീവികൾ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതാണ്. ആ ഡൊമസ്റ്റിക്കേഷൻ്റെ തലത്തിലേക്ക് ആനകൾ എത്തില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ആനകളുടെ സ്വഭാവം, അവയുടെ എല്ലാ കാര്യങ്ങളും പലർക്കും അറിയാം എന്ന് നമ്മൾ ധരിക്കുന്നത് ഒരു തെറ്റായ ധാരണയാണ്. കാരണം ആനകളെ പറ്റിയിട്ട് വളരെ കുറച്ചേ നമുക്കറിയുള്ളൂ. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച ഒരു സയൻസ് പ്രബന്ധമുണ്ടല്ലോ. അതായത് ആനകൾ അവയുടെ പേരുകൾ വിളിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയൊരു അറിവാണ്. മൃഗങ്ങളുടെ കൂട്ടങ്ങളെല്ലാം ഒരു മൃഗക്കൂട്ടമായിട്ട് മാത്രമാണ്. നമ്മൾ കാട്ടുപോത്തുകളുടെ കൂട്ടം, പന്നിക്കൂട്ടം. അതിൽ മനുഷ്യർക്ക് മാത്രമാണ് ഓരോരോ ഐഡൻറ്റിറ്റി ഉള്ള പേരുകൾ, അവരെ തിരിച്ചറിയാൻ പറ്റുക എന്നാണ് നമ്മൾ ഇത്രയും കാലം കരുതിയിരുന്നത്. അതായത് ആഫ്രിക്കൻ ആനകളിൽ നടത്തിയ ഒരു കുറേ വർഷങ്ങൾ കൊണ്ട് അവർ 15 വർഷത്തോളം നടത്തിയ ഒരു പഠനമാണ്. പലതരം അവരുണ്ടാക്കുന്ന ശബ്ദങ്ങളാണ് റെക്കോർഡ് ചെയ്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു അതിലെ പിടിയാന ഉണ്ടാക്കുന്ന ഒരു ശബ്ദത്തോട് ആ കൂട്ടത്തിൽ ഒരു ആന മാത്രമായിട്ട് പ്രതികരിക്കുക. ബാക്കി ആനകളൊക്കെ അവ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുല്ല് പെയ്യുന്നു. ഈ ശബ്ദം വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ ആന തന്നെയാണ് പ്രതികരിക്കുന്നത്. അതായത് ആ ആനയുടെ പേരാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ ആനക്കായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ശബ്ദമുണ്ട്. അത് തന്നെയാണല്ലോ നമ്മുടെ പേര്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അറിവ് നമുക്ക് വളരെ വൈകിട്ട് കിട്ടിയതാണ്. ഇത്രയും കാലം നമുക്കത് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ആനയുടെ പല സ്വഭാവങ്ങൾ, അവരുടെ കമ്മ്യൂണിക്കേഷൻ, അതായത് അവ വളരെ കുറഞ്ഞ ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ട് കിലോമീറ്ററുകളോളം അപ്പുറത്തുള്ള ആനകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. അതേപോലെ ആനകളുടെ ഇമോഷനെ പറ്റിയിട്ട് നമ്മൾ തെറ്റായിട്ട് പലതും ധരിക്കുന്നുണ്ടെങ്കിൽ കൂടി ആനകൾ തമ്മിലുള്ള അവരുടെ ഒരു ബോണ്ട്, അവരുടെ ഒരു കൂട്ടത്തിൻ്റെ ബോണ്ട്, അതിലാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യരൊക്കെ ചെയ്യുന്നത് പോലെയുള്ള തരത്തിലുള്ളത് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിലുള്ള മരണാനന്തര ക്രിയകൾ ചെയ്യുന്നത് പോലെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് മരിച്ച ആനക്ക് ചുറ്റുമായിട്ട് മറ്റാനകളൊക്കെ ചുറ്റും കൂടി നിൽക്കുക, ചിലപ്പോഴവർക്ക് വേണ്ട ഇലകളൊക്കെ കൊണ്ട് അവിടെ വെക്കുക എന്നൊക്കെയുള്ള രീതിയിലടക്കമുള്ള ഒരു ചടങ്ങുകളുടെ ഒരു രീതി പോലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആനകളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ആനകളെ പറ്റിയിട്ട് നമുക്ക് വളരെ കുറച്ചേ അറിയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ചെറിയ അറിവുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ആനകളെ പഠിച്ചു എന്ന് നമ്മൾ പറയുന്നതിൽ വലിയ അയുക്തിയുണ്ട്. അതേസമയം മറ്റു പല ജീവികളുടെയും സ്വഭാവത്തെ പറ്റിയിട്ടൊക്കെ നമുക്ക് കൂടുതൽ അറിയേണ്ടി വരാത്തത് അവയുടെ മസ്തിഷ്ക വികാസം എന്ന് പറയുന്നത് ആനകളുമായിട്ട് സമാനമുള്ളതല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കരടിയായാലും പുലിയായാലും കടുവയായാലും ഒക്കെയുള്ള അവയെ പറ്റിയിട്ടൊക്കെ അത്യാവശ്യമൊക്കെയുള്ള വിവരങ്ങൾ നമുക്കറിയാം. ആനകളെ പോലെയുള്ള ജീവികളെ പറ്റിയിട്ട് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയത് വളരെ കുറച്ച് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആനകളോട് ഇടപെടുമ്പോൾ അതായത് ചില ചട്ടങ്ങൾ പഠിപ്പിച്ചിട്ട് ആനയെ അത് പലപ്പോഴും ആനയെ ഭയപ്പെടുത്തിയിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവയെ പരിശീലിപ്പിക്കുന്നത്. അത് മാത്രമാണ് അവർക്ക് പറ്റുന്ന കാര്യവും. അത് നമുക്ക് പല മൃഗങ്ങളെയും ചെയ്യാൻ പറ്റും. പലപ്പോഴും കടുവകളെയും അതുപോലെയുള്ള പല ജീവികളെയും ആൾക്കാർ ഇങ്ങനെ മെരുക്കിയിട്ട് കൊണ്ടു നടക്കാറുണ്ട്. നമുക്ക് സർക്കസിലുള്ളതൊക്കെ ഒരു പരിശീലനമാണ്. ആ സർക്കസിന് പരിശീലകൻ്റെ നിർദ്ദേശങ്ങൾ പലപ്പോഴും അത് ഭയപ്പെടുത്തിയിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്തിരിക്കുക. അയാൾക്ക് മാത്രം ചെയ്ത് അതിന് നമ്മൾ ഇണങ്ങിയ കടുവ എന്നോ ഇണങ്ങിയ സിംഹമെന്നോ ഒന്നും ഒരിക്കലും വിളിക്കാറില്ല. സമാനമാണ്, ഇണങ്ങിയ ആനയുമില്ല, നമ്മളത് മെരുങ്ങിയ ആന മാത്രമാണ്. ഇതിലുപരിയായിട്ടുള്ളൊരു പ്രത്യേകതയുള്ളത് ആനകളെ സംബന്ധിച്ചിടത്തോളം മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട്
അവയുടെ ഒരു ലൈംഗിക സൈക്കിളുണ്ട്. അവയുടെ ആണാനകളുടെ അവരുടെ മതപ്പാട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയുണ്ട്. അത് മറ്റു ജീവികളിൽ നിന്നും വളരെ വളരെ വ്യത്യാസമാണ്. ഇത്ര വലിയൊരു ജീവിക്ക് അത്തരത്തിലുള്ള ഒരു ഫിസിയോളജിക്കലായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്തരത്തിലായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. അവർക്ക് എത്രമാത്രം അത് കുഴപ്പമുണ്ടാക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഒരു ആണാനക്ക് ഉണ്ടാകുന്ന ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം ഈ മതപ്പാടിൻ്റെ മസ്തിൻ്റെ കാലത്ത് 60 മടങ്ങും 120 മടങ്ങും വരെ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റോസ്റ്റെറോൺ കൂടുന്നതോട് കൂടിയിട്ട് ഈ ടെമ്പറൽ ഗ്രന്ഥികൾ എന്ന് പറയുന്ന തലയുടെ 2 ഭാഗത്തുമുള്ള ഈ ഉത്തേജനം ഉണ്ടാക്കുന്ന ആ ഗ്രന്ഥികളാണ് ഒരു പുതിയ ടാറ് പോലെയുള്ള ഒരു സ്രവം ആ സമയത്ത് പുറത്തേക്ക് വിടുന്നത്. അതിൽ പലതരത്തിലുള്ള കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസും ഉണ്ട്. കൂടാതെ അതിൻ്റെ അകത്തുനിന്നുണ്ടാകുന്ന രൂക്ഷമായിട്ടുള്ള മണം ഉണ്ടാക്കുന്ന ഭാഗമുണ്ട്. ഇതും ഇവയുടെ ഒരു ലൈംഗിക പ്രക്രിയയുടെ ഭാഗമാണ്. ഈ മസ്താണ് അവ മറ്റ് ആനകൾക്ക്, പിടിയാനകൾക്ക് കൊടുക്കുന്ന സന്ദേശം. ഏറ്റവും കൂടിയ മസ്തുള്ള ആനകളോട് മാത്രമാണ് ഇണചേരാൻ അനുവദിക്കുക. നമ്മൾ കരുതുന്നത് പോലെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു 15 വയസ്സായിട്ടുള്ള കൊമ്പന്മാരെ അല്ല പിടിയാനകൾ തിരഞ്ഞെടുക്കുക. ഒരു പിടിയാനകളുടെ നേതൃത്വത്തിലുള്ള മെട്രിയാർക്കിക്കൽ സൊസൈറ്റിയാണ്. അതിൽ കൊമ്പനാനക്ക് ഒരു റോളുമില്ല. കൊമ്പനാന അത്തരത്തിലുള്ള കൂട്ടത്തിൽ ഉണ്ടാവുകയേ ചെയ്യില്ല. അപ്പോൾ പുറത്താണ് ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു കൂട്ടത്തിലെ ഒരു പിടിയാന വളരെ പ്രാഗൽഭ്യമുള്ള അല്ലെങ്കിൽ നേതൃത്വപരമായിട്ട് കഴിവുള്ള ഒരു പെണ്ണാനയുടെ ഒരു സംഘമായിരിക്കും ഉണ്ടാകും. അതിൽ കുറേ പെണ്ണാനകളുണ്ടാവും, കുട്ടികളുണ്ടാവും, കുട്ടികൾ സബഡൽട്ടായിട്ടുള്ള കുറേ കുട്ടിക്കൊമ്പന്മാരും ഒക്കെ ഉണ്ടാവും. അതേസമയം പ്രായപൂർത്തിയാകുന്നതോട് കൂടിയിട്ട് 15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനു മുമ്പ് തന്നെ കൊമ്പന്മാർ ഗ്രൂപ്പിൽ നിന്നും കൂട്ടത്തിൽ നിന്നും പുറത്താകുക. ഈ കൂട്ടത്തിലേക്കാണ് ഈ മസ്തുള്ള ആന വരുന്നത്. ഈ മസ്തുള്ള ആനയിൽ തന്നെ ഏറ്റവും കൂടിയ മസ്തുള്ള ആനയാണ് ഈ കൂട്ടം തിരഞ്ഞെടുക്കുക. കൂട്ടമാണ് തിരഞ്ഞെടുക്കുന്നത്, വ്യക്തിയല്ല. അവിടെയും ഒരു പ്രധാനമുണ്ട്. ഈ ആനക്കൂട്ടത്തിലെ മുതിർന്ന ആനയാണ് തീരുമാനിക്കുന്നത് ഇതിലെ ഏത് കൊമ്പനുമായിട്ട് ഈ കൂട്ടത്തിലെ ഏത് പെണ്ണാന ഇണചേരണം എന്നുള്ളത്. അല്ലാതെ ഒരു ആനക്കൂട്ടത്തിലെ എല്ലാ പെണ്ണാനകളും എപ്പോഴും പ്രസവിക്കുന്നൊന്നുമില്ല, ഇണചേരുന്നുമില്ല. അത് പലപ്പോഴും ആ പെണ്ണാനകൾ വെറും ആയയുടെ റോള് ആയിട്ട് മാത്രം ജീവിച്ച് തീർക്കുന്നവരുമുണ്ട്. അല്ലാതെ ആനക്കൂട്ടത്തിലെ എല്ലാ പെണ്ണാനകളും പ്രസവിക്കുന്നില്ല. അതുപോലെ തന്നെ കൊമ്പനാനകളെല്ലാം ഇണചേരാനും അവസരം കിട്ടുന്നില്ല. അതിൽ ഈ മസ്ത് കൂടിയത്. അപ്പം 10-40 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ മസ്തിൻ്റെ തീവ്രത കൂടുക. അപ്പോൾ ഈ സ്രവമാണ് ആ തീവ്രത തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ പ്രാണികളും ഒക്കെ അതിൻ്റെ മണം കൊണ്ട് ചുറ്റും വരും, അസ്വസ്ഥതയുണ്ടാവും. ഇതിൻ്റെ ശരീരത്തിൻ്റെ ഫിസിയോളജിക്കലായിട്ടുള്ള വലിയ ചേഞ്ച് ഉണ്ടാവും. ഇത് വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കും ഈ ആനകൾ ചെയ്യുക. വഴിയിലുള്ളതൊക്കെ തട്ടിത്തെറിപ്പിച്ചു കൊണ്ടുപോകുന്ന ശരിയായ മതയാന എന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ്. മറ്റ് ജീവികളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റമില്ല. അപ്പോൾ ആനകൾ തൊട്ടടുത്ത് കാണുന്ന കൊമ്പന്മാർ തന്നെ ഈ മസ്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയിട്ടാണ് ഒഴിഞ്ഞു പോകുന്നത്. ഇനി അതിനോട് നേർക്കുനേരെ നിൽക്കാൻ പറ്റുമെങ്കിൽ വലിയ യുദ്ധം തന്നെ നടക്കും. അതിൽ കൂടുതൽ കരുത്തും മസ്തും ഉള്ളവരാണ് ഇണചേരാൻ എത്തുന്നത്. അതിൻ്റെ ഇടയിൽ ഇവർ തന്നെ വേറെ കുട്ടി ആനകളെ ചിലപ്പോൾ ആക്രമിച്ചെന്നിരിക്കും. റൈനോകളെ അടക്കം ഇവ കുത്തിക്കൊന്നതായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതായത് അത്രയും തീവ്രമായിട്ടുള്ള ഒരു ജീവിയാണ് നമ്മൾ ഇണങ്ങി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ജീവിപ്പിക്കുന്നത്. അത് ഈ മസ്തിനെ അമർത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ വ്യാപാരപരമായിട്ടുള്ള മൂല്യം ഇപ്പോഴും അതിന് ഒരു കമ്മോഡിറ്റി ആയിട്ടാണ്, മാർക്കറ്റ് ചെയ്യാനുള്ള കമ്മോഡിറ്റി ആയിട്ടാണ് നാട്ടാനകളെ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വളരെ സങ്കീർണമായിട്ടുള്ള മസ്ത് എന്ന് പറയുന്ന ഒരു കാലയളവിനെ നമ്മൾ ചുരുക്കി കാണിക്കാൻ വേണ്ടിയിട്ട് മരുന്നുകൾ കൊടുത്ത് പട്ടിണിക്കിട്ട് ഒക്കെ അതിനെ ചുരുക്കാൻ പറ്റുമെന്നും അതിൻ്റെ സമയം കുറക്കാൻ പറ്റുമെന്നും ഒക്കെ ശ്രമിക്കുകയാണ്. പക്ഷേ അതിനൊക്കെ എങ്ങനെയായിരിക്കും ആനയുടെ ഉള്ളിലുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ എന്ന് നമുക്കിപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വളരെ സ്നേഹത്തോടെ പെരുമാറിയെന്ന് അവകാശപ്പെടുന്ന പല പാപ്പാന്മാരെ പോലും ഈ മസ്തിൻ്റെ കാലത്ത് ആനകൾ കൊല്ലുന്നത്. അതുകൊണ്ട് ആനകളുടെ മാത്രമല്ല പലതരത്തിലുള്ള ജീവികളെ പറ്റിയിട്ട് അവയുടെ സ്വഭാവത്തെ പറ്റിയിട്ടുള്ള അറിവ് വളരെ പരിമിതമാകുന്നത് നമ്മുടെ ഇവയുടെ സംരക്ഷണത്തിനടക്കം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുമ്പോൾ നമ്മളെപ്പോഴും അരിക്കൊമ്പനിലേക്ക് പോകാൻ തോന്നുന്നു. അരിക്കൊമ്പൻ്റെ വിഷയത്തിൽ എപ്പോഴും മാധ്യമങ്ങളടക്കം ഉണ്ടാക്കിയ ഒരു പൊതുബോധമുണ്ടായിരുന്നു. അരിക്കൊമ്പനും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഒരു സംതൃപ്ത കുടുംബം. നമ്മൾ മനുഷ്യന്മാരുടെയൊക്കെ പറയുമ്പോൾ ഭാര്യയും പറ്റുമെങ്കിൽ വൈകുന്നേരം അവർ സിനിമയ്ക്ക് പോകുമെന്ന് വരെ
ഇങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു വളരെ നമ്മളെ കാൽപ്പനികമായിട്ടുള്ള നമ്മുടെ ബാലരമയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചിത്രകഥകളിൽ നമ്മൾ കണ്ടു പരിചയമുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു ആനക്കുടുംബം, അതിൽ നിന്ന് ഒരു ഇത്തിരി കുറുമ്പ് കാണിച്ച ഒരു ആനയെ, അതിലെ ഗൃഹനാഥനെ പറിച്ചെടുത്തിട്ട് ഗുണ്ടാ നിയമപ്രകാരമോ ടാഡ പ്രകാരമോ നാട് കടത്തുന്ന ഒരു രീതിയിലാണ് ഇതിന് റീലൊക്കേഷന് നമ്മുടെ പൊതുബോധത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. അതിന് സഹായകരമാകുന്ന വിധത്തിൽ അവിടെയുള്ള നാട്ടുകാരിൽ ആരോ ഒരാൾ കൊടുത്ത ഒരു ബൈറ്റ് കൂടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇത് ഒരു അനാഥനായിട്ടുള്ള ഒരു ആനക്കുട്ടിയായിരുന്നു, ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. നമുക്ക് ഈ ടോം സോയറിൻ്റെയോ അല്ലെങ്കിൽ ഹക്കിൾബറി ഫിന്നിൻ്റെയോ ഒക്കെ കഥ വായിച്ചവരുടെയൊക്കെ മനസ്സിൽ ഒരു ഭയങ്കരമായിട്ടുള്ള നോവിൻ്റെ ഒരു മരിച്ച സ്ഥലത്ത് ആ ദിവസം അവിടെ വന്ന്, അതെ, അമ്മ മരിച്ച സ്ഥലത്ത് ഈ അനാഥനായിട്ടുള്ള ആനക്കുട്ടി എല്ലാ വർഷവും ഈ മാതൃസ്നേഹം മൂലം അമ്മ മരിച്ച സ്ഥലത്ത് വന്നിട്ട് നിശബ്ദമായിട്ട് കുറേ സമയം നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ 10-15 വർഷം കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഒരാളങ്ങ് അവകാശപ്പെടുകയാണ്. അപ്പോൾ അത് എല്ലാവരും ആഘോഷിക്കുകയും അതുണ്ടാക്കുന്ന ഒരു ധാരണ, പൊതുബോധം, അതായത് നമ്മളെ മനുഷ്യ സമാനമായിട്ടുള്ള സ്വഭാവങ്ങൾ ഈ ആനകളിൽ ആരോപിക്കപ്പെടുകയും ഒരു മനുഷ്യൻ, ഒരു സഹജീവി ആയ ഒരു മനുഷ്യൻ ഉണ്ടായ കുടുംബത്തിലുണ്ടായിരിക്കുന്ന അയാൾക്ക് പറ്റിയ അപകടം പോലെ അയാളെ അവിടെ നിന്നും കുടുംബത്തിൽ നിന്നും മാറ്റുന്നു എന്നുള്ള രീതിയിൽ പ്രതിഷേധം, അതിനു വേണ്ടിയിട്ട് കേസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കോടതികളെ അടുത്തേക്ക് പോകുന്നു, ജനങ്ങളെ സംഘടിപ്പിക്കുന്നു, ചിലപ്പോഴും അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് അരിക്കൊമ്പിന് അരി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഫണ്ട് റേസിങ് വരെ നടക്കുന്ന ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നമുക്കറിയാം, ഇത് പറയുമ്പോഴും നമ്മൾ വീണ്ടും അത് പറയേണ്ട കാര്യം, ആനകളെ സംബന്ധിച്ചിടത്തോളം പൊളിഗമിക്കാണ്. അതിന് അങ്ങനെ ഒരു ഇണ മാത്രമായിട്ടുള്ള ഒരു സ്വഭാവമില്ല. ഇണചേർന്ന് ഏത് ആനയോട് പോലും ആ ആനക്ക് ഓർമ്മയുണ്ടാകണമെന്ന് പോലുമില്ല. അതായത് ആ മസ്തിൻ്റെ കാലത്ത് അവർക്ക് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആനക്കൂട്ടത്തിൽ എത്തിയിട്ട് ഇവിടെയുള്ള ഒരു ആനയുമായിട്ട് ഇണചേർന്നതിന് ശേഷം അവ ആ കൂട്ടം വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആനക്കൂട്ടത്തിന് നമ്മൾ കരുതുന്നത് പോലെ ഒരു കുടുംബമൊന്നുമില്ല. ഇപ്പോൾ ഈ അരിക്കൊമ്പൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ വേറെയും കുറേ ആനകളുമായി ബന്ധപ്പെട്ട് സമാനമായ കഥകളുണ്ട്. ഇപ്പോൾ നമ്മളതിൽ ഏറ്റവും കൗതുകത്തോടു കൂടി നോക്കിക്കണ്ടൊരു കാര്യം, ചൂരൽമലയിലെ ആ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി രാത്രി കാട്ടിലേക്ക് എത്തിയ സ്ത്രീകളുടെ ഒരു സംഘത്തിൽ നിന്ന് ഒരാൾ പിറ്റേ ദിവസം മാധ്യമങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. രാത്രിയിൽ ഞങ്ങൾ ഓടിച്ചെന്ന് കയറിയത് ഒരു കാട്ടാനയുടെ മുന്നിലേക്കാണെന്നും ഞങ്ങളവിടെ ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു വന്നതാണെന്ന് പറഞ്ഞ് കൈകൂപ്പി നിന്നപ്പോൾ ആ ആന ഞങ്ങളെ സംരക്ഷിച്ചു എന്നും ആനയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടായിരുന്നു എന്നുള്ളത് ആ നിമിഷത്തിൻ്റെ ഒരു വൈകാരികതയിൽ അവർ പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതിനകത്ത് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലും ഒരു സംശയം വരും. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് അങ്ങനെ ഒരു സ്ത്രീ ഈ ഒരു കാര്യം വിവരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് ശാസ്ത്രീയമായി സ്വീകരിക്കേണ്ടത്? ആനകൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ ഒരു ബുദ്ധിയുടെ വേറൊരു തലത്തിൽ കാര്യങ്ങളെ സെൻസ് ചെയ്യാനും ഒരു ക്രൈസിസിൽ നിന്ന് തങ്ങളുടെ മുന്നിലേക്ക് വരുന്ന മനുഷ്യരെ അനുകമ്പയോടുകൂടി സമീപിക്കാനും അവർക്ക് പ്രൊട്ടക്ഷൻ നൽകാനും ഒക്കെ ഉള്ള രീതി, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആനയെ വെറും ഒരു മൃഗമായിട്ട് കാണാൻ പലർക്കും പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി അതിലുണ്ട്. ഇതിൽ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ എനിക്ക്, അതായത് ആന കണ്ണീര് അണിഞ്ഞു എന്ന് പറയുന്നത് വൈകാരികത ആനക്കുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല തെളിവുകളും ആനക്ക് വൈകാരികത എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന മനുഷ്യ സമാനമല്ലെങ്കിലും ആനകളുടെ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞാനയെ വളരെ കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അതായത് നമ്മുടെ മറ്റു മൃഗങ്ങളൊക്കെ അവരവരുടെ കുഞ്ഞുങ്ങളെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇതൊരു സംഘമായിട്ടുള്ളതാണ്, ഒരു ഗ്രൂപ്പായിട്ട് ജീവിക്കുന്ന ജീവിയാണ് ആനകൾ എന്നുള്ളത്, അല്ലാതെ ഒറ്റക്കൊറ്റയ്ക്ക് ജീവിക്കുന്ന ജീവിയല്ല. അതുകൊണ്ട് തന്നെ ആനക്കൂട്ടങ്ങളുടെ കുഞ്ഞ് എന്ന് പറയുന്നത് ഒരു ആനയുടെ കുഞ്ഞല്ല, ആനക്കൂട്ടത്തിൻ്റെ കുഞ്ഞാണ്. അതുകൊണ്ടാണ് ആനക്കൂട്ടങ്ങൾ എപ്പോഴും ആനക്കുഞ്ഞുങ്ങളെ അവരുടെ നടുവിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി അമ്മ മരിച്ചു പോയി കഴിഞ്ഞാലും ആനക്കുട്ടികൾ ഒരിക്കലും അനാഥരൊന്നും ആകാറില്ല. ആനക്കുട്ടികളെ മറ്റ് ആനകൾ അതേപോലെ ആ കൂട്ടത്തിലുള്ള പ്രസവിച്ച വേറെ അമ്മമാരുണ്ടെങ്കിൽ അതിനെ മുല കൊടുക്കും, ഒക്കെ പരിപാലിക്കും, ആയമാരുടെ പ്രവർത്തനം ചെയ്യും. മാത്രമല്ല നമുക്കറിയുന്നത് പോലെ മനുഷ്യൻ്റെ പ്രസവം വളരെ സങ്കീർണമാണ്. നമുക്കറിയാം മനുഷ്യൻ്റെ പ്രസവം എപ്പോഴും സങ്കീർണമാകുന്നത് ഒരാളുടെ സഹായം കൂടി പലപ്പോഴും വേണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറുപിള്ളയിൽ നിന്നുള്ള കുഞ്ഞിൻ്റെ പൊക്കിൽ കൂടി മുറിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ പ്രസവിച്ച ഉടനെ തന്നെ അതിനെ സംരക്ഷിക്കുന്ന കുറച്ച് സമയത്തേക്കെങ്കിലും ആവശ്യമുണ്ട്. വളരെ ഫ്രജൈലായിട്ടുള്ള കഴിവുകൾ കുറഞ്ഞ കുഞ്ഞായിട്ടാണ് മനുഷ്യക്കുഞ്ഞൊക്കെ ജനിക്കുന്നത്. അതുപോലെ ഓരോ ജീവികളിലും അതിന് വ്യത്യസ്തപരമായിട്ടാണ് പരിണമിച്ചുണ്ടായിരിക്കുന്നത്. ആന ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ജീവിയാണെന്ന് വെറുതെ സങ്കല്പിച്ച് നോക്കുക നമ്മൾ. പെണ്ണാന അത് ഒറ്റയ്ക്ക് ഗർഭിണിയാണ്, പൂർണ്ണ ഗർഭിണിയായപ്പോൾ പ്രസവിക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധികളുണ്ട് അതിൽ.
അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ആനക്കൂട്ടം മൊത്തം സഹായിച്ചുകൊണ്ടാണ് പ്രസവം എടുക്കുന്നത്. അതിൽ ആയമാരുടെ മിഡ് വൈഫിൻ്റെ ഒക്കെ റോള് ചെയ്യുന്ന മുതിർന്ന ആനകളുണ്ട്, പരിശീലനം കിട്ടിയ ആനകൾ എന്ന് പറയുന്ന വിധത്തിൽ. അതേപോലെ ആനക്കുട്ടിയെ അതിന് മുല കൊടുക്കുന്നതിന് അമ്മമാരെ സഹായിക്കുന്നതുണ്ട്. ആനക്കുട്ടി കുറച്ച് സമയത്ത് അത് പരിണാമം ഈ ജീവിയിലുണ്ടാക്കിയ വ്യത്യാസങ്ങൾ പോലും വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതായത് അവയുടെ ഗർഭപാത്രം തുറക്കുന്നത് മറ്റ് പല ജീവികൾക്കും നമുക്കറിയാം വാലിന് തൊട്ടടുത്ത് തന്നെയായിരിക്കും ഇവയുടെ ഗർഭപാത്രം അല്ലെങ്കിൽ മൂത്രം നാളിയും ഒക്കെ തുറക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ കാള വാല് പോക്കുമ്പോൾ നമുക്കറിയാമെന്ന് നമ്മൾ പറയുന്നത്. കാള വാല് പോക്കുന്നത് ഒരു കാര്യത്തിന് മാത്രമായിരിക്കും. പശു വാല് പോക്കുമ്പോൾ നമുക്ക് എന്തിനാണെന്ന് പറയാൻ പറ്റാത്തത് രണ്ട് കാര്യത്തിനും വാല് പോക്കണം എന്നുള്ള. അപ്പോൾ വാലിനോട് തൊട്ടടുത്തിട്ടാണ് ഉണ്ടാകുക. പക്ഷെ ആനയെ സംബന്ധിച്ചിടത്തോളം വാലിന് തൊട്ടടുത്തിട്ടല്ല ഉള്ളത്. ആനയുടെ പ്രസവ സമയം അത്രയും ഉയരത്തിലായിരുന്നെങ്കിൽ ഇത്രയും ഭാരമുള്ള കുഞ്ഞ് താഴോട്ട് വീണ് കഴിഞ്ഞാൽ അപ്പോഴത്തന്നെ ചത്തുപോകും. അതുകൊണ്ട് തന്നെ വളരെ താഴോട്ടാണ് ഗർഭപാത്രം തുറക്കുന്നത്. ഇങ്ങനെ അതേപോലെ തന്നെ ആനയുടെ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പശുവിൻ്റെയൊക്കെ അകിട് പുറകുകാലിൻ്റെ പുറകിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആനയുടേത് പുറകുകാലിലല്ല, മുൻകാലുകളുടെ അടിയിലാണ്. അതായത് ആനയെ സംബന്ധിച്ചിടത്തോളം തുമ്പിക്കൈ കൊണ്ട് ആനക്കുട്ടിയെ എടുത്ത് ആ മുലക്കണ്ണുകളിലോട് ചേർക്കണം. അത് പുറകിലായിരുന്നെങ്കിൽ സാധിക്കില്ലായിരുന്നു. ഇത്തരത്തിലുള്ള പരിണാമപരമായിട്ടുള്ള മാറ്റങ്ങളിൽ ഒന്നാണ് ഇവരുടെ സംഘജീവിതം എന്ന് പറയുന്നത്. ഈ സംഘജീവിതം ഇല്ലായിരുന്നെങ്കിൽ അവർക്കത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രഡേറ്റേഴ്സിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരമ്മക്ക് മാത്രം ചിലപ്പോൾ പറ്റില്ല. അത്രയധികം കൂടുതൽ സമയം ഭക്ഷണം തേടി പോകേണ്ട ഒരു സമയമുണ്ട്. ആ സമയം മുഴുവൻ ഈ കുഞ്ഞിനെ ഒരമ്മക്ക് മാത്രമായിട്ട് സംരക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാവരും കൂടിയിട്ട് അതിനെ സംരക്ഷിക്കുന്നത്. ഇങ്ങനെ അതുകൊണ്ട് തന്നെ വൈകാരികത എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ബോണ്ട് ഒരു നമ്മുടെ സാധാരണ മറ്റ് ജീവികൾക്കൊക്കെ അതിൻ്റെ കുഞ്ഞിനെ കുറച്ച് സമയം സംരക്ഷിക്കുക എന്നുള്ളത് കഴിഞ്ഞാൽ തീരുന്നുണ്ട്. ഇത് കഴിയുന്നില്ല. ആ സംഘം എപ്പോഴും ഒരേപോലെ തന്നെയാണ്. ഇതിൽ നിന്നും വേർവിട്ട് പോകുന്ന പെണ്ണാനകൾ വീണ്ടും തിരിച്ച് പഴയ കുടുംബത്തിലേക്കൊക്കെ വരും. ഇവർ പല വലിയ സംഘങ്ങളാകുമ്പോൾ ചെറുതായിട്ട് അവ ചെറിയ ഘടകങ്ങളായിട്ട് പോയാലും വീണ്ടും അവ തിരിച്ചു വരും. ഇങ്ങനെയൊക്കെയുള്ള അവരുടെ ഏതെങ്കിലും ആ കൂട്ടത്തിൽ ഒന്നിന് അപകടം പറ്റിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടി സഹായിക്കാൻ വരും, സംരക്ഷിക്കാൻ വരും. ഒക്കെയുള്ളത് വൈകാരികതയുടെ കാര്യത്തിൽ മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തമാണ്. പക്ഷേ അതുകൊണ്ട് മനുഷ്യനായിട്ടുള്ള ഒരാളെ ഇത്തരത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തു. അല്ലാതെ ആനകൾ എപ്പോഴും മനുഷ്യരെ ആക്രമിക്കുന്ന സ്വഭാവം ഉള്ളതുമല്ല. നമ്മൾ അങ്ങനെ ഒരു ഇതുണ്ട്. ആനകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ അവർക്ക് ഭയമാണ്. അവരുടെ ഏതെങ്കിലും വിധത്തിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുത്തുന്ന വിധത്തിൽ അടുത്തോട്ട് നമ്മൾ പോകുമ്പോൾ മാത്രമാണ് ആനകൾ സാധാരണഗതിയിൽ ആക്രമിക്കുന്നത്. അല്ലാതെയുള്ള ആക്രമണങ്ങളൊക്കെ പലപ്പോഴും കൊമ്പന്മാരും മസ്തുള്ള ആനകളും അതേപോലെ മോഴകളും, അതായത് സ്വഭാവ വൈകല്യമുള്ള ആളുകൾ വരെ ഈ കൂട്ടത്തിലുണ്ടാവും. അവരുടെ ഹാബിച്വലായിട്ടുള്ള സ്വഭാവ പ്രശ്നങ്ങളുള്ള ആനകൾ വരെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള സ്വഭാവമുള്ളവരാണ് ഉണ്ടാകുക. അല്ലാതെ ആനകൾ ഒരാൾ അതിൻ്റെ അടുത്തോട്ട് പോയി എന്ന് വിചാരിച്ച ഉടനെ തന്നെ അയാളെ ചവിട്ടിക്കൊല്ലുന്ന ആനകളൊന്നും അല്ല കാട്ടാനകളെല്ലാം. ഈ കഥയിൽ നമ്മൾ അത് സത്യമാകാം, അല്ലാതിരിക്കാം. എന്തോ നമ്മൾ അത്തരത്തിലുള്ള ഏറ്റവും വൈകാരികമായിട്ട് കേരളം മുഴുവനും സ്തംഭിച്ച് നിന്നിരുന്ന ഒരു സമയത്ത് ഒരു സ്ത്രീ പറഞ്ഞ അവരുടെ ചിലപ്പോൾ ഒരു ഹാലൂസിനേഷൻ പോലും ആകാം, നമുക്കറിയില്ല അത് റിയൽ ആണെങ്കിൽ. പക്ഷെ അതിലുള്ളത് കരഞ്ഞു മഴയത്ത് അത് കരഞ്ഞു എന്ന് പറയുന്നത് ഇനി പറഞ്ഞാൽ പോലും ചില പത്രങ്ങളെങ്കിലും അത് എഴുതിയത് ആ മഴയത്ത് അവർക്ക് തോന്നിയതാവാമെന്ന്, അല്ലെങ്കിൽ ഈ കൂരിരുളിൽ ആന കരഞ്ഞു എന്ന് പറയുന്നത്. പക്ഷേ അതിന് കാര്യമായിട്ട് ആഘോഷിച്ചുകൊണ്ട് മനുഷ്യരെക്കാളും നന്മ നിറഞ്ഞതാണ് കാട്ടുമൃഗം എന്നുള്ള ഒരു അതിവായനക്ക് കൂടി ഇത് ഇട്ടുകൊടുത്തു. അവിടെ അതേസമയം കേരളത്തിലെ നൂറുകണക്കിന് ആളുകൾ അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരെ സംരക്ഷിക്കാൻ അപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും ഒരാവശ്യവുമില്ലാതെ മനുഷ്യരെ അവരുടെ ഇതിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അതിവായനക്ക് കൂടിയാണ് അത് ഇട്ടുകൊടുത്തത്. അതിൽ കൗതുകകരമായിട്ടുള്ള കാര്യം, ആനകൾക്ക് കണ്ണീര് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇമോഷണൽ ടേഴ്സ് എന്ന് പറയുന്നതില്ല. അത് ലോകത്തെങ്ങും അംഗീകരിക്കപ്പെട്ട കാര്യമാണ്, അറിയുന്ന കാര്യമാണ്. അതായത് നമ്മുടെയൊക്കെ കണ്ണിൽ കണ്ണീര് വരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. മനുഷ്യരെ പോലെയുള്ള നമുക്ക് ഒന്ന്, നമ്മുടെ എല്ലാം കണ്ണിൻ്റെ കോർണിയ അതേപോലെ കണ്ണിൻ്റെ ലെൻസൊക്കെ മുൻഭാഗമൊക്കെ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ണിൻ്റെ ആ സ്വഭാവം നഷ്ടപ്പെട്ടു പോകും. അതായത് കണ്ണിൻ്റെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലെൻസിലൂടെ പ്രകാശം കടന്നു പോകണം. അതിൽ രക്തമൊന്നും എത്തിക്കുന്നില്ല. രക്തം എത്തിയെങ്കിൽ നമ്മൾ ചുവന്നിട്ടാണ് കാണുക. അപ്പോൾ വളരെ പ്രധാനമുള്ള ഒരു ടിഷ്യൂ ആണ് കണ്ണിൻ്റെ ഉള്ളിലുള്ളത്. അതിനെ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നനച്ച് തുടക്കുന്നത് പോലെ നമ്മുടെ കൺപോളകൾ ഇതിനെ വെള്ളം കൊണ്ട് ഇടയ്ക്ക് തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനാണ് നമ്മുടെ കണ്ണ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇത് ആനകൾക്കും എല്ലാ മൃഗങ്ങൾക്കും, കണ്ണുകളുള്ള എല്ലാ മൃഗങ്ങൾക്കും ഉണ്ടാവും. അതിന് വേണ്ട സ്രവങ്ങൾ, ലൂബ്രിക്കേറ്റിംഗ് ആയിട്ടുള്ള ദ്രവം വരികയും ചെയ്യും. പക്ഷേ എങ്കിൽ മനുഷ്യരെ പോലെയുള്ള നമ്മൾ കരയുന്നത്, അതിന് കരയുക എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് നനച്ച് തുടക്കാനല്ല, നമ്മുടെ ഉള്ളിലുള്ള കുറേ സംഘർഷങ്ങളെയും വിഷമങ്ങളെയും ഒക്കെ ഒരു തരത്തിലുള്ള പ്രകടനം, അതായത് മറ്റൊരു ജീവിക്ക് കാണാനുള്ള ഒരു വിഷ്വലായിട്ടുള്ള ഒരു സിമ്പലായിട്ടും കൂടിയാണ് ഒന്ന് ചെയ്യുന്നത്. രണ്ടാമത്തേത്, ഈ കണ്ണീരിൻ്റെ സമയം, അതായത് സങ്കടം വന്നിട്ട് കരയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും വരുന്നത് കുറേ തരത്തിലുള്ള ഹോർമോണുകൾ കൂടിയാണ്, നമ്മുടെ സങ്കടങ്ങളെ കുറക്കാൻ സഹായിക്കുന്ന അതിൻ്റെ ഒരു പുറത്തേക്ക് വരലും കൂടിയാണ്. അപ്പോൾ അതിന് അത്തരത്തിൽ സമയത്തുണ്ടാകുന്ന പുറത്തേക്ക് വിടുന്ന ആ ദ്രാവകത്തിലുള്ള രാസഘടകങ്ങളെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് രണ്ടും വ്യത്യസ്തമാണ്. ആനക്ക് അങ്ങനെയുള്ള ഒരു ടിയർ ഉണ്ടാകുന്നില്ല. അതായത് ഇമോഷൻ ആകുമ്പോൾ സങ്കടം വന്നിട്ട് കണ്ണീര് വരില്ല. പിന്നെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വരുന്നത്, നമ്മളും കരയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും പുറത്തേക്ക് വരുന്നത്, നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ കണ്ണിലുണ്ടാകുന്ന വെള്ളം മുഴുവൻ നമ്മുടെ മൂക്കിൻ്റെ മൂലയ്ക്ക് ചേർന്ന് കണ്ണിൻ്റെ കോണിൽ കനാലിക്കുലി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു കുഴലിട്ടിട്ടുണ്ട്. കണ്ണിൽ വരുന്ന അഴുക്കും ഒക്കെ ഈ വെള്ളത്തിലാണ് പുറത്തേക്ക് മൂക്കിലേക്ക് കളയുക. അങ്ങനെ മൂക്ക് ചീറ്റി നമുക്ക് കളയാൻ പറ്റും. അതാണ് നമ്മൾ കണ്ണിൽ മരുന്നൊക്കെ ഉറ്റിക്കുമ്പോൾ നമ്മുടെ വായിലും മൂക്കിലൊക്കെ അതിൻ്റെ രുചിയൊക്കെ വരുന്നത്. അങ്ങനെ കൂടുതലായിട്ട് അതിൽ ഒന്നിച്ചിട്ട് ഈ നമ്മുടെ സങ്കടം വരുമ്പോൾ ഈ കനാലിക്കുലയിലേക്ക് കൂടി വെള്ളം പോകുന്നതിനേക്കാളും കൂടുതൽ പുറത്തേക്ക് കവിഞ്ഞൊഴുകും. ആ കണ്ണ് കവിഞ്ഞൊഴുകുന്നതിനാണ് നമ്മൾ കരച്ചിൽ എന്ന് പറയുക. ചിലർക്ക് അപ്പോഴും കനാലിക്കുലയിലേക്ക് കൂടി വരും, അത് മൂക്കി ചീറ്റിയിട്ടൊക്കെ കരച്ചിലിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ചില സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ മൂക്കി ചീറ്റുന്നത് കാണിക്കുന്നത് അതുകൊണ്ടാണ്. കണ്ണീര്, ആനയുടെ കണ്ണിൽ നിന്നും ഇങ്ങനെ ഒരു ഇമോഷണൽ ടേഴ്സ് വരുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ, മൂക്കിലേക്ക് പോകാൻ കുഴലുമില്ല. അതുകൊണ്ട് എപ്പോഴും ആനയുടെ കണ്ണിൽ വരുന്ന എല്ലാ വെള്ളവും പുറത്തേക്ക് അധികമായിട്ട് വരുന്ന കാറ്റടിച്ചാലും ഒക്കെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ വരുന്നതൊക്കെ അതിൻ്റെ പുറത്തേക്ക് കൂടി ഒഴുകുക ചെയ്യുക. അത് നനഞ്ഞിട്ട് അവിടെ ഒരു പൂപ്പൽ പിടിച്ചിട്ടൊക്കെ നമുക്ക് എപ്പോഴും കാണാം. അതായത് ആനയുടെ കണ്ണിൽ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അത് കരച്ചിലല്ല. അപ്പോൾ അത് തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതുപോലെയാണ് ആനകൾക്ക് ഇങ്ങനെ ആനപ്പക എന്ന് പറയുന്നത് നമ്മുടെ എത്രയോ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എത്രയോ കാലത്തിന് മുമ്പ് ആനയെ ഉപദ്രവിച്ച ഒരാളെ അല്ലെങ്കിൽ പാപ്പാനെയൊക്കെ അവസരം കിട്ടിയപ്പോൾ ഓർത്ത് വെച്ച് അയാളെ കഥ കഴിക്കുന്നതായിട്ടുള്ള കഥകൾ ആനകൾക്ക് അങ്ങനെ ഓർമ്മിച്ച് വെക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തെളിവൊന്നുമില്ല. ആനകൾക്ക് അങ്ങനെയുള്ള പക ദീർഘകാലത്തേക്ക് കൊണ്ടു നടക്കുന്നതായിട്ടും തെളിവില്ല. പക്ഷേ ആന നമ്മൾ കരുതുന്നതിലും കൂടുതൽ ബുദ്ധിപരമായിട്ട് കഴിവുള്ള ജീവിയായിട്ട് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആൾക്കാർ തിരിച്ചറിയില്ല എന്നല്ല, അവർക്ക് ഭക്ഷണം കൊടുത്തവരെയൊക്കെ സാധാരണ മൃഗങ്ങളെ പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റും, മണം തിരിച്ചറിയാൻ പറ്റും, ഒക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം എത്രയോ കാലത്തേക്ക് ഉള്ളിൽ മനുഷ്യനെ പോലെ പകവെച്ച് നിൽക്കുക എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു തലച്ചോറിൻ്റെ ഘടന ഇതിനുള്ളതായിട്ട് തെളിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ആനകൾക്ക് ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ടൂളുകൾ നിർമ്മിക്കാൻ പറ്റുന്ന, നമ്മൾ എയ്പ്പുകൾക്കൊക്കെയാണ് അത്തരത്തിലുള്ള ടൂളുകൾ നിർമ്മിക്കാനുള്ള കഴിവുള്ളതായിട്ടുള്ള ജീവികളുള്ളത്. അതായത് ഉയർന്ന, നമ്മൾ അതിന് പ്രൈമേറ്റുകൾ എന്ന് വിളിക്കുന്നത്, അതായത് അത്തരത്തിലുള്ള കഴിവുള്ളതുകൊണ്ടാണ്. ഇവക്കും ആനകൾക്കും കൂടി അത്തരത്തിലുള്ള, അങ്ങനെ പക്ഷികൾക്കുണ്ട്. അതായത് ടൂൾ ഉണ്ടാക്കുന്നതാണ് കാക്കകൾ എന്ന് പറയുന്നത്. റാവൺ എന്നൊക്കെ പറയുന്ന തരം പക്ഷികളൊക്കെ കൊക്ക പോലെയുള്ള സാധനം കമ്പി വളച്ചിട്ട് ദ്വാരത്തിൻ്റെ ഉള്ളിൽ നിന്നും കൊളത്തിയെടുക്കാനൊക്കെ കഴിവുള്ളവരാണ്. അത്തരത്തിൽ ആനകൾക്ക് ടൂളുകൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ വൈദ്യുത വേലികൾ ഷോക്കടിക്കുമെന്നതിന് തിരിച്ചറിയും. ആ ഷോക്ക് ഇല്ലാത്ത വിധത്തിൽ അത് തകർക്കാൻ വേണ്ടത് ഏതാണെന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ അവ പഠിച്ചെടുത്തിട്ട് വലിയ ഉണങ്ങിയ മരത്തണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് അടിച്ച് പൊട്ടിക്കാൻ അവർക്ക് ആനകൾക്കറിയാം. അതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അത് എടുക്കാനുള്ള കഴിവൊക്കെ ആനകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആനകളുടെ കാടിറക്കങ്ങളെ തടയാൻ പറ്റാത്തതും. നമ്മൾ കരുതുന്ന പോലത്തെ വെറും ഒരു മൃഗമല്ല അത്. നമ്മൾ കിടങ്ങുണ്ടാക്കി കഴിഞ്ഞാൽ കിടങ്ങ് എങ്ങനെയാണ് പൊളിക്കേണ്ടതെന്ന് ആനക്കറിയാം. മതിലുണ്ടാക്കിയാൽ മതിലെങ്ങനെയാണ് പൊളിക്കേണ്ടതെന്ന് ആനക്കറിയാം. കമ്പിവേലികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വൈദ്യുത വേലികൾ എങ്ങനെയാണ് തകർക്കേണ്ടതെന്ന് വളരെ പെട്ടെന്ന് തന്നെ അവർ പഠിച്ചെടുക്കും. അടുത്ത തലമുറക്കും കൂടി അത് പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യും. അത്തരത്തിലുള്ള കഴിവുകളുണ്ട്. അതേപോലെ നമ്മൾ പലപ്പോഴും ആഫ്രിക്കയിലൊക്കെ പരീക്ഷിച്ചതായിരുന്നു തേനീച്ച വേലികൾ എന്ന് പറയുന്നത്. തേനീച്ചക്കൂടുകൾ, അവിടെയുള്ള വൈൽഡായിട്ടുള്ള തേനീച്ചകളെയാണ് അതിനെ ഒരു ഇടവിട്ട് കൊണ്ട് നിർത്തി കൂടുകളിൽ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനകൾ ആ വഴി വരില്ല ഭയന്നിട്ട് എന്ന്.
പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ആനകളിൽ അതിനെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബിഹേവിയറൽ അഡാപ്റ്റേഷൻസ് ഉണ്ടല്ലേ? കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വനമേഖലയിലൊക്കെ പോകുന്ന സമയത്ത് പറയാറുണ്ട്, ഈ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടെങ്കിൽ ആന ആദ്യം മരക്കമ്പ് എടുത്തിട്ട് ഒടിച്ചിട്ട് ഇലക്ട്രിക് ഫെൻസിങ്ങിലേക്ക് ഇടും. അപ്പോൾ അതോടുകൂടിയിട്ട് സ്പാർക്ക് വന്നിട്ട് ഷോക്ക് പോയതിന് ശേഷം അത് ചവിട്ടി മറിച്ചിട്ട് കിടക്കുന്നു. ആന അങ്ങനെ പരിശീലനം, അതായത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് അത് വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ജീവി തന്നെയാണ്. അതുകൊണ്ടാണ് ആനയുടെ കാര്യത്തിൽ മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിയാകുന്നത്. അതേസമയം കടുവയോ പുലിയോ ഒന്നും ഇത്രയും കൊല്ലമായിട്ടും പുതിയൊരു പരിശീലനം കിട്ടിയിട്ടില്ല. അതുപോലെ അവർ തമ്മിലുള്ള ബന്ധങ്ങളും ആനകളിൽ ഒരു വ്യക്തിയല്ല, ഒരാന കുടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ രക്ഷിക്കാൻ ബാക്കിയുള്ളവരെല്ലാവരും കൂടിയിട്ട് ഇടപെടും. ബാക്കി മൃഗങ്ങളിൽ ഒരു മൃഗം കുടുങ്ങിയെന്ന് വിചാരിച്ചിട്ട് ബാക്കി മൃഗം, ഒരു പന്നി കൂട്ടിൽ ഒരു കെണിയിൽ കുടുങ്ങിയോണ്ട് ബാക്കി പന്നികൾ മുഴുവൻ ചുറ്റും നിൽക്കില്ല, അവരവരുടെ ജീവനും കൊണ്ട് പോവുകയാണ് ചെയ്യുക. ആന ഒരു സ്ഥലത്ത് ഒരു വാരിക്കുഴിയിൽ വീണാൽ പോലും ആനകളെ രക്ഷിക്കാൻ വേണ്ടി പരമാവധി അവ ശ്രമിക്കാറുണ്ട്. അത് വേറെ മൃഗങ്ങളിലൊന്നും ഇല്ലാതൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പഴയ ആനകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യരുമായിട്ട് ഇടപെടലുകളിലൂടെ മനുഷ്യൻ്റെ സ്വഭാവം, മനുഷ്യൻ്റെ വാഹനങ്ങളുടെ വേഗത, അവയുടെ വലിപ്പം, അതൊക്കെ ആനകൾ തിരിച്ചറിയുന്നുണ്ട്. അതേസമയം മറ്റു മൃഗങ്ങൾക്കൊന്നും അത്തരത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. ഇതിൽ പൊതുവേ നാട്ടു സംസാരങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം, നിങ്ങളൊരു ജീവിയെ ഉപദ്രവിക്കാതെ ആ ജീവി തിരിച്ചു ഉപദ്രവിക്കില്ല എന്നാണല്ലോ പൊതുവേ ആളുകൾ ഒരു നാട്ടിലെ ഒരു പൊതു സംസാരമായിട്ട് പറയാറുള്ളത്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ നരഭോജി കടുവകളടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്. സ്വന്തം വീട്ടിൽ പുരയിടത്തിൽ കഴിയുന്ന ആളുകളെ വന്യജീവികൾ വന്ന് അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു വൈൽഡ് ലൈഫ് ഒരു മറ്റൊരു ജീവിയെ, പ്രത്യേകിച്ച് മനുഷ്യനെ ആക്രമിക്കുന്നതിനുള്ള കാരണങ്ങളെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഒരു ആന അല്ലെങ്കിൽ ഈ കൊമ്പൻ ഒറ്റയാൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതിനെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? അതിൽ ആനയുടെയും കടുവയുടെയും അല്ലെങ്കിൽ പുലിയുടെയും ഒക്കെ അതിലും വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ കുറേ വ്യത്യാസങ്ങളുണ്ട്. ആനകളുടെ സ്വഭാവത്തിൽ വരുന്നത്, ആനകളെ സംബന്ധിച്ചിടത്തോളം ആനയുടെ ഭക്ഷണമല്ല മനുഷ്യൻ. മറ്റ് ജീവികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണം കൂടിയാണ്. കാർണിവോറസ് ആയിട്ടുള്ള ജീവികളാണ്. പന്നി അല്ലെങ്കിലും അത് ഭയം കൊണ്ട് നമ്മളെ ആക്രമിക്കുന്നതാണ്. രണ്ട് പുലിയായാലും കടുവയായാലും വേണമെങ്കിൽ അതിൻ്റെ ഭക്ഷണമാണ് നമ്മളെന്ന് പറയാം. ആനക്ക് ഭക്ഷണമല്ല. ആനയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ അതിജീവനമാണ്, ആനയുടെ അതിജീവനം. അപ്പോഴും ഒരു കൊമ്പനാനക്ക് നമ്മളെ കൊണ്ട് എന്ത് ഉപദ്രവം എന്ന് ചോദിക്കും, ഇത്രയും വലിയൊരു ജീവിയാണ്. അങ്ങനെയല്ല, ആനക്ക് ഹാബിച്വലായിട്ട് കിട്ടിയ പല അനുഭവങ്ങളുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഓർമ്മ പൂർണ്ണമായിട്ടും ഇല്ല എന്നല്ല, മനുഷ്യരായിട്ടുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ ശീലങ്ങൾ പഠിക്കും. അപ്പം പല ആനകളും ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളിലൂടെ കടന്നുപോയവരായിരിക്കും. ഇപ്പോൾ പലപ്പോഴും മോഴകൾ എന്ന് പറയുന്ന ആനകൾ പ്രത്യേകം നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന മോഴകൾ എന്ന് പറയുന്നത് ആണും പെണ്ണും കെട്ടവൻ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയല്ല, കൊമ്പില്ലാത്ത ഏറ്റവും കരുത്തനായിട്ടുള്ള കൂടുതൽ കരുത്തുള്ള ഒരു ആനയാണ് മോഴ. അപ്പോൾ ഈ ആനകൾ പല വിധത്തിൽ കർഷകർ തന്നെയാകാം, അല്ലെങ്കിൽ ടൂറിസ്റ്റുകളാകാം, ഒക്കെ കൗതുകത്തിന് വേണ്ടിയിട്ടും വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടും ആനകളെ ആക്രമിക്കാറൊക്കെ ഉണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ കൗതുകത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ കൃഷി നശിപ്പിക്കുമ്പോൾ അതിന് ഓടിക്കാൻ വേണ്ടിയിട്ട് കല്ല് പൊറുക്കി എറിഞ്ഞിട്ടുണ്ടാവും, പടക്കം പൊട്ടിച്ചിട്ടുണ്ടാവും, കുന്ത് എറിഞ്ഞിട്ടുണ്ടാവും, പലതും ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ അവയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിലുള്ള ഉപദ്രവങ്ങളായിട്ടാണ്. അപ്പോൾ ഈ രണ്ട് കാലിലുള്ള ഈ മൃഗം എന്ന് പറയുന്നത് വ്യക്തി എന്നുള്ളതിൽ ഉപരി തന്നെ ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഈ രണ്ട് കാലിലുള്ള മൃഗത്തെ അവർക്ക് പരിചിതമാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അപകടകാരിയായിട്ടുള്ള, എന്നെ ഉപദ്രവിക്കുന്ന ഒരാളാണ്. ആ ഒരു സമൂഹത്തിനെയാണ് അത് അങ്ങനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യ അളവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ അത് കൊമ്പനായാലും ഏതാനയായാലും കരുതുന്നത് ഈ ജീവിയിൽ നിന്ന് എനിക്ക് തൊട്ടടുത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. പലപ്പോഴും ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് മോക്ക് ചാർജുകളായിരിക്കും. ഇയാൾ ഓടിച്ചു വിടുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശം ഉണ്ടാവുള്ളൂ. ഓടിച്ചു വിടുന്നതിൻ്റെ അപ്പുറത്ത് തീവ്രമായിട്ട് പ്രകടിപ്പിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവും. ഇതിൻ്റെ മുന്നനുഭവങ്ങൾ തൊട്ടിട്ട് അതിൻ്റെ മസ്താകാം, അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ആന ചാർജ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് അയാളെ ഇല്ലാതാക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണെങ്കിൽ വേറെ പരിഹാരങ്ങളൊന്നുമില്ല. അയാളുടെ ജീവിതം പോക്ക് തന്നെയാണ്. അതായത് ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ വിഷമാണ്. അവിടെയാണ് ഇപ്പോൾ നിലമ്പൂരിലുള്ള ഈ നമ്മൾ ചോലനായിക്ക ആദിവാസികളുടെ മരണത്തെ നമ്മൾ എടുക്കുന്ന സമയത്ത് പൊതുവെ പറയുന്ന ഒരു കാര്യം, അവിടെ ഒരു കോഎക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു, മനുഷ്യരും ആനയൊക്കെ ആയിട്ടുള്ള ഒരു സഹവർത്തിത്വത്തിൻ്റെ ഒരു അന്തരീക്ഷം, ആവാസ വ്യവസ്ഥ കാടിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ പൂച്ചപ്പാറ മണിയും കരിമ്പുഴ മാതനൊക്കെ ഈ അവരല്ല ആനയുടെ ലക്ഷ്യം. മനുഷ്യൻ എന്ന് പറയുന്ന ജീവവർഗമായിരിക്കും അവരുടെ ആനയുടെ ലക്ഷ്യം. അതായത് അതിൽ ഇവരും വന്നുപെട്ടു എന്നുള്ളത് മാത്രമായിരിക്കും. ആദിവാസികൾക്ക് അതായത് ആനകളുടെ സ്വഭാവത്തിലും വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത്,
നമ്മൾ നമ്മളെല്ലാ മനുഷ്യരും ഒരേപോലെ അല്ലല്ലോ. എല്ലാവരും മനുഷ്യർ തന്നെയാണെങ്കിലും ഹാബിച്വലായിട്ടുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ഒരു കാരണമില്ലാതെ ഒരാളുടെ തലക്കടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് തോന്നുക, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളിപ്പോൾ കണ്ടതുപോലെ അതായത് എൻ്റെ ഭാര്യ പിണങ്ങി പോകാൻ കാരണം ആ വീട്ടുകാരാണെന്ന് ഒരാളങ്ങ് വിശ്വസിക്കുകയും അയാൾക്ക് യാതൊരു കുറ്റബോധവും ഇല്ലാതെ 2-3 ആളെ കൊല്ലുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള വ്യക്തികളെ പോലെ തന്നെ ആനകളിലുമുണ്ട്. ഒരു കാരണവുമില്ലാതെ വെറുതെ പോകുന്ന വഴിക്കൊക്കെ വെറുതെ 2 അടി കൊടുക്കുന്ന സ്വഭാവമുള്ള ആനകൾ, അതിന് ഹാബിച്വലായിട്ടുള്ളതാണ്. അത് എക്സെപ്ഷണലായിട്ടാണ്. എല്ലാ ആനകളും അങ്ങനെയല്ല. എല്ലാ ആനകളും അങ്ങനെ മാന്യന്മാരും അല്ല. എല്ലാ ആനകളും ഇതേപോലെ മനുഷ്യരെ പോലെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിലുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്നവരുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥകളും ഉണ്ടാവും. അതേസമയം കടുവകളുടെയും പുലികളുടെയും കാര്യത്തിൽ അത് നമുക്കറിയാം. അത് കടുവകൾ എന്നത് ഒരു അപ്പെക്സ് പ്രെഡേറ്ററാണ്. നമ്മുടെ കാട്ടിലെ ഏറ്റവും കരുത്തനായിട്ടുള്ള ജീവിയാണ് കടുവ. അതിൻ്റെ മുകളിൽ കടുവക്ക് ഭയപ്പെടാൻ ആരുമില്ല. കടുവയെ ചിലപ്പോൾ കാട്ടുപോത്ത് ആയിട്ടുള്ള വേട്ടക്കായിട്ട് കടുവ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള എയിമിലൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ച് കുത്തൊക്കെ കിട്ടി കടുവകൾ ചത്ത അവസരവും ഉണ്ടായിട്ടുണ്ട്. കടുവകൾ പലപ്പോഴും മരിക്കാറ് ഇത്രയും വലിയവരൊന്നുമല്ല, വളരെ നിസ്സാരരായിട്ടുള്ള മുള്ളംപന്നിയെ കൊണ്ടാണ് എന്ന് പറയാറുണ്ട്. അതായത് മുള്ളംപന്നിയുടെ മുള്ള് തെറിപ്പിക്കുകയൊന്നും ചെയ്യില്ല. അതും നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. വളരെ കാലമായിട്ട് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് മുള്ളംപന്നി മുള്ള് തെറിപ്പിക്കും. അങ്ങനെ ഒരു കഴിവില്ല. മുള്ളംപന്നിയെ കടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് തിരിഞ്ഞു നിൽക്കും. ആ പുറകു വശത്തുള്ള മുള്ളുകൾ പന്നി ഏത് ജീവിയുടെ ആയാലും കടുവയുടെ ആയാലും പുലിയുടെയൊക്കെ മുഖത്തും മൂക്കിലും നാവിലും ഒക്കെ കൊള്ളും. അത് പക്ഷേ ഊരാൻ പറ്റില്ല അവർക്ക്. കുടഞ്ഞു കളിയും തോറും ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കും. പിന്നെ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നിട്ടാണ് പലപ്പോഴും കടുവകളൊക്കെ കാട്ടിൽ ചാവുന്നത്, അല്ലാതെ വേറെ അതിന് പ്രെഡേറ്റർ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ജീവികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ മനുഷ്യൻ അവരെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടുള്ള ഒരു ജീവിയാണ്. ഇത് കാരണം 2 കാലിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉയരമാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം. അതുകൊണ്ട് തന്നെ 2 കാലിൽ ജീവിക്കുന്ന ജീവികളോടൊക്കെ ഒരു കടുവ എത്ര വലിപ്പമുള്ള കടുവയായാലും താഴെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വളരെ വലിയൊരാളാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ കടുവയായാലും പുലിയായാലും ഒക്കെ മനുഷ്യരുടെ സാമീപ്യം ഉണ്ടാകുമ്പോൾ ഒഴിഞ്ഞു പോവുകയേ ചെയ്യുള്ളൂ. അവർക്ക് അവരുടെ ഭക്ഷണത്തിൻ്റെ മെനു ലിസ്റ്റിൽ ഉള്ള ആളെയല്ല നമ്മൾ. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം മനുഷ്യനെ ഭക്ഷണമാക്കുന്നതോട് കൂടിയിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രതിരോധം കുറഞ്ഞ, ഒന്നും പേടിക്കാനില്ലാതെ വളരെ കൂളായിട്ട് നമുക്ക് തിന്നാൻ പറ്റുന്ന ജീവിയാണ് മനുഷ്യൻ. അതുവരെ ഇതിന് ഭയം തന്നെയാണ്. ബാക്കി മൃഗങ്ങളെയൊക്കെ ഏത് മൃഗത്തിന് വേട്ടയാടുമ്പോഴും കടുവയ്ക്ക് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അതായത് കുളമ്പ് കൊണ്ട് ചവിട്ട് കിട്ടാം, കുത്ത് കിട്ടാം, ഏതെങ്കിലും വിധത്തിലുള്ള അത് പെടക്കലുണ്ടാകുമ്പോഴേ ഇതിന് ഏതെങ്കിലും വിധത്തിൽ മുറിവേൽക്കാം. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യില്ല നമ്മൾ. പക്ഷേങ്കിൽ അപ്പോഴും ഉള്ളത് പലപ്പോഴും കടുവകളോ പുലികളോ പിടിക്കുന്നത് മനുഷ്യൻ 2 കാലിൽ നിൽക്കുമ്പോഴല്ല, 4 കാലിൽ നിൽക്കുന്ന അവസ്ഥയിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഉയരം കുറഞ്ഞ എന്തെങ്കിലും നിലത്ത് നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുന്നു, അല്ലെങ്കിൽ കാപ്പിക്കുരു പൊറുക്കുന്നു, പുല്ലരിയുന്നു ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂനിക്കൂടിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അതിൻ്റെ ചലനം കാണുമ്പോൾ കടുവയോ പുലിയോ കരുതുന്നത് വേറൊരു ഇര എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ചാടി പിടിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഈ ഇര വളരെ നിസാരനായിട്ടുള്ള ഒരു പ്രതിരോധമില്ലാതെയാണ്. അങ്ങനെയാണ് അവ മനുഷ്യനെ തിന്നുന്ന കടുവകളൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പം അത്തരത്തിലാണ് ഒരു നരഭോജി കടുവ ഉണ്ടാകുന്നു. നരഭോജി കടുവ അല്ലാത്ത കടുവ എന്നുള്ളൊരു വ്യത്യാസം ശരിക്കും ഉണ്ടോ? ഇല്ലില്ല. അതായത് ഒരു കടുവ സാധാരണഗതിയിൽ അതിലും കടുവകളുടെയും സ്വഭാവത്തിലും കുറേ വ്യത്യാസങ്ങളുള്ള കടുവകളിന് നമ്മൾ പറഞ്ഞ പോലെ കടുവ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവിയാണല്ലോ. കടുവ പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ ടെറിട്ടറിയുടെ പുറത്തായി ആ ടെറിട്ടറിയിൽ കയറാൻ പറ്റാതെ, പല കടുവകളുടെയും ടെറിട്ടറിയിൽ വേറൊരു കടുവക്ക് കയറാൻ പറ്റില്ല. കയറിയാൽ തന്നെ വലിയ അവർ തമ്മിലുള്ള സംഘർഷം ഉണ്ടാവും. അതേപോലെ സബ് അഡൾട്ടായിട്ടുള്ളവർക്ക് പുതിയ ടെറിട്ടറികൾ ഉണ്ടാക്കുന്ന പ്രശ്നം ഉണ്ടാവും. അതുപോലെ പല്ലുപോയത്, പ്രായമായത്, മറ്റ് വലിയ കരുത്തനായിട്ടുള്ള കടുവകൾ ഓടിച്ചു വിട്ടതായിട്ടുള്ള കടുവകളെ സംബന്ധിച്ചിടത്തോളം വേഗത്തിന് ഭക്ഷണം കണ്ടെടുത്തുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ്. നമ്മൾ കരുതുന്ന പോലെ കടുവ വിചാരിക്കുമ്പോൾ ഉടനെ ഭക്ഷണം കിട്ടുമൊന്നും ചെയ്യില്ല. ഇനി രാവിലത്തെ നമ്മൾ ഭക്ഷണത്തിന് ഓർഡർ ചെയ്യുന്ന പോലെ ഇനി വിശക്കുന്നു, ഇനി പോയിട്ട് 2 മാനിനെ പിടിക്കാമെന്ന് വിചാരിക്കുമ്പോൾ മാൻ ഇവിടെ നിന്ന് കൊടുക്കില്ല. നമ്മൾ കരുതുന്ന പോലെ അത്ര വേഗതയിലൊന്നും കടുവക്ക് ഓടാൻ പറ്റില്ല. അപ്പോൾ കടുവയെ സംബന്ധിച്ചിടത്തോളം 10-15 ശ്രമങ്ങൾക്ക് ശേഷമാണ് ഒരു തീറ്റ കിട്ടുക. ആ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അതിന് ഭക്ഷണം വേണ്ട എന്നേ ഉള്ളൂ. പക്ഷേ ഈ ശ്രമം എന്ന് പറയുന്നത് അവരുടെ ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. അതില്ലെങ്കിൽ പട്ടിണി കിടന്നു പോകും കടുവ. അതായത് ഓരോ ജീവി അവയുടെ ജീവന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കും. അപ്പോഴും ആംബിഷായിട്ട് എവിടെയെങ്കിലും ഒളിച്ചു നിന്നും വളരെയധികം സമയം ശ്രമിച്ചിട്ടുമൊക്കെയാണ് ഒരു തീറ്റ കിട്ടുന്നത്.
ഇത് പറ്റാത്തത്, ഓടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ചാടി വീണ് ഒരു മൃഗത്തെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള പരിക്കുകളോ പല്ലുപോലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ടെറിട്ടറിയിലുള്ള മറ്റു കടുവകളുടെ ആക്രമണമുണ്ട്. അതുകൊണ്ട് അവർ പുറത്തേക്ക് വരും, അതായത് അരികുകളിലേക്ക്, അതിരുകളിലേക്ക്. അവിടെ കൃഷിക്കാരൊക്കെ പശുവിനെ കൊണ്ട് ചിലപ്പോൾ കാട്ടിലോ അല്ലെങ്കിൽ അവരുടെ പറമ്പത്തോ കെട്ടിയിട്ടുണ്ടാവും, നാൽക്കാലികളെ കെട്ടിയിട്ടുണ്ടാവും. കെട്ടിയിട്ട ജീവിയാണ്, ഓടിക്കേണ്ട പ്രശ്നമില്ല, പോയിട്ടൊന്ന് പിടിച്ച് തിന്നാൽ മതി. അങ്ങനെ തിന്നുന്നതിൻ്റെ ഇടയിലാണ് പലപ്പോഴും മനുഷ്യരുമായിട്ട് ഇൻട്രാക്ഷൻ വരുന്നത്. ഈ പശുവിനെയോ, ഇനി ഒരു പശുവിനെ അത് കൊന്നു കുറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം രണ്ടാമത്തെ ദിവസത്തേക്കാണ് സാധാരണഗതിയിൽ കുറച്ചുകൂടി ഒന്ന് പഴക്കം വന്നിട്ടാണ് അതിനെ പൂർണ്ണമായിട്ട് തിന്നുക. അത്തരത്തിൽ എവിടെയും ഒളിച്ചു വെക്കും. നമ്മൾ ഉടനെ ഇതിനെ കണ്ടെത്തിയ ഉടനെ തന്നെ വീണ്ടും അതിനെ എടുത്തുകൊണ്ട് കുഴിച്ചിടും. അതേസമയം പശു അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഭക്ഷണം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ആ സമയത്താണ് ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് പുല്ലരിയുന്നെങ്കിൽ ആ കടുവ അയാളെ പിടിക്കും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു കടുവ മനുഷ്യൻ്റെ രുചി അറിയുന്നത്. അത്തരത്തിൽ മനുഷ്യൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ജീവിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ അന്വേഷിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ ചിലപ്പോഴവ മാറാം. അപ്പോൾ ഇത്തരം കോൺഫ്ലിക്ട്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് മനുഷ്യനെ കടുവ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് നരഭോജി കടുവയാണെന്ന് കണ്ടെത്തി പിന്നീടുള്ള വാർത്തകളിൽ മുഴുവൻ നരഭോജി കടുവ എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നരഭോജി കടുവ എന്ന് പറയുന്ന ഈ മാൻ ഈറ്റർ കടുവ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കടുവയില്ലല്ലോ. ആ ഒരു സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് അത് ഹണ്ടിങ്ങിന് ആ സമയത്ത് മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള റിയാലിറ്റി മാത്രമല്ലേ ഉള്ളൂ. അതെ, അങ്ങനെ അല്ലാതെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കടുവയില്ല. മനുഷ്യനെ തിന്നാനായിട്ടൊരു കടുവ ജനിച്ചിട്ടില്ല. അങ്ങനെ നമ്മളതിന് കൊടുക്കുന്നത്, ഇത് ഏതെങ്കിലും ഒരു കടുവ ആദ്യമായിട്ടൊരു മനുഷ്യനെ കൊന്ന് തിന്നുന്നതോട് കൂടിയിട്ട് നമ്മൾ അതിന് ഇടുന്ന പേരാണ് അത് നരഭോജി, മനുഷ്യനെ ഭുജിക്കുന്നത് ആയിട്ടുള്ള ഒരു കടുവ. അതിനു മുമ്പ് കടുവകൾ ആക്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ ആക്രമിക്കുന്ന കടുവകളെല്ലാം മനുഷ്യനെ തിന്നണമെന്നില്ല. പെട്ടെന്ന് യാദൃശികമായിട്ട് കടുവയുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുവ ചിലപ്പോൾ നമ്മളെ ഒന്ന് ദേഹത്ത് കയറി പരിക്ക് ഉണ്ടാക്കിയിട്ട് ഓടിപ്പോയെന്നും ഇരിക്കും. എല്ലായ്പ്പോഴും നമ്മളെ കൊന്ന് തിന്നില്ല. അതേസമയം മനുഷ്യൻ്റെ ഭക്ഷണമാകുന്ന വിധത്തിൽ മനുഷ്യൻ്റെ ശരീരം തിന്നു കഴിയുമ്പോഴാണ് അത്തരത്തിലുള്ള കടുവകളെ നമ്മൾ നരഭോജികൾ എന്ന് വിളിക്കുന്നത്. ഈ കാലങ്ങളായിട്ട് വനയാത്ര നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ വനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ക്ലോസ്ലി ഇടപഴകുന്ന ആളുകൾ പൊതുവേ വന്യജീവികളുടെ ഒന്നും ആക്രമണത്തിനൊന്നും ഇരയാവാതെ കാടിൻ്റെ ഒരു എക്കോസിസ്റ്റത്തെ ശീലിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ മനുഷ്യന് സാധ്യമാണോ അല്ലെങ്കിൽ അതൊരു പരികല്പന മാത്രമാണോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്കറിയേണ്ടത്, ഈ ഒരു ആനയുടെ മുന്നിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പലപ്പോഴും നമ്മൾ ഇതിനെ പൊതുവെ പറയാറുണ്ട്, നിങ്ങൾ ആനയുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിട്ട് ഓടണം, കാരണം ആനയ്ക്ക് നേർരേഖയിൽ മാത്രമേ നിങ്ങളെ ഓടി കീഴ്പ്പെടുത്താൻ പറ്റൂ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ പാമ്പിൻ്റെ മുന്നിലാണെങ്കിൽ നിങ്ങൾ നേരെ ഓടണം എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളുണ്ടല്ലോ. ഒരു വൈൽഡ് ആനിമലിൻ്റെ മുന്നിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണിക്കേണ്ട പ്രിക്കോഷൻസ് എന്താണ്? അല്ലെങ്കിൽ കാടിനകത്ത് നമ്മൾ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ കാടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ ഒരു വൈൽഡ് ആനിമലിൻ്റെ പ്രസൻസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്. കാട്ടിലെ ജീവികളെല്ലാം മനുഷ്യരെ ആക്രമിക്കണം എന്ന് അങ്ങനെ ടെൻഡർ എടുത്ത ജീവികളല്ല, നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. എല്ലാ ജീവികളും അതിജീവനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം വേണം, അതേ സമയം അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണം ഏൽക്കാനും പാടില്ല. അല്ലാതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് രണ്ട് മനുഷ്യരെ കൊല്ലാമെന്ന് കരുതിയിട്ട് ഒരു മൃഗവും കാട്ടിലില്ല. എല്ലാ കാട്ടിലെ മൃഗങ്ങൾക്കും മനുഷ്യരെ ഭയമാണ്. അത് പരിണാമപരമായിട്ട് മനുഷ്യൻ നമ്മുടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളാണ് ആദ്യമായിട്ട് ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ജീവവർഗം എന്നുള്ള രീതിയിൽ തന്നെ മനുഷ്യൻ്റെ വലിപ്പത്തിനേക്കാളും ഉപരി, ഞാൻ നേരത്തെ പറഞ്ഞ വലിപ്പം ഇവയെ സംശയത്തിൽ ഒരു ആനുകൂല്യം കൊടുക്കുന്നതിലുപരി ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവവർഗത്തിന് പരിണാമപരമായിട്ട് മറ്റ് ജീവികൾക്കൊക്കെ ഭയമുള്ള ജീവിയാണ്. അപ്പോൾ കാട്ടിൽ നമ്മൾ കയറുന്നതോട് കൂടിയിട്ട് എല്ലാ ജീവവർഗങ്ങളും, നമ്മൾ ഒരു ജീവിയും കാണുന്നതിന് മുമ്പ് ആ ജീവികളൊക്കെ നമ്മുടെ സാന്നിധ്യം അറിയുന്നുണ്ട്. അവർ പലപ്പോഴും നമ്മളിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. ആനയായാലും കടുവയായാലും ഒക്കെ കഴിയുന്നതും അവർക്ക് വേറെ എൻഗേജ്മെൻ്റ് ഇല്ലെങ്കിൽ. അതേസമയം അവർ ഭക്ഷണം കഴിക്കുകയാണ്, അല്ലെങ്കിൽ വേട്ടയാടിയ ഒരു മൃഗത്തിനെ തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ വരുന്നെങ്കിൽ ചില സിഗ്നലുകൾ, അതായത് ഓരോ പരിധികളുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഈ ജീവിയുടെ സാന്നിധ്യം അവർ നേരത്തെ തന്നെ നമ്മുടെ മണം കൊണ്ട് നമ്മൾ അതിനോട് അടുത്തോട്ട് വരുമ്പോഴൊക്കെ അറിയുന്നുണ്ട്. ചില സിഗ്നലുകൾ, ചില ഒരു ഞരക്കങ്ങൾ അല്ലെങ്കിൽ ഒരു ചെറിയ മുരളലൊക്കെ ഉണ്ടാക്കും. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത്. അതേസമയം അതുകൊണ്ട് തന്നെ കാട്ടിൽ എപ്പോഴും നിശബ്ദമായിരിക്കണം എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴും അതുകൊണ്ടാണ്. കാട്ടിലുണ്ടാകുന്ന വളരെ നേർത്ത ശബ്ദങ്ങൾ പോലും ഇത്തരത്തിലുള്ള സ്ഥിരമായിട്ട് പോകുന്നവർക്ക് നല്ല പാഠങ്ങളാണ്. അതുപോലെ മണം അറിയാനുള്ള ശ്രമം, ഈ പല മൃഗങ്ങൾക്കും ഉണ്ടാകുന്ന
പ്രത്യേക തരത്തിലുള്ള ചൂരുകളുണ്ടാവും. ആ ആനയെ സംബന്ധിച്ചിടത്തോളം ചൂരുണ്ടാവും. അപ്പോൾ നമ്മൾ നിശബ്ദമായി പോയി കഴിഞ്ഞാൽ ആനകൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇലകളൊക്കെ ഒടിക്കുന്ന ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. അത്തരത്തിലുള്ള ശ്രദ്ധയോട് കൂടിയിട്ട് ശബ്ദമുണ്ടാക്കാതെ പോവുകയാണെങ്കിൽ അവരുടെ വെച്ചിരിക്കുന്ന പരിധികളുണ്ട്. ആ പരിധിക്കുള്ളിൽ പോയാൽ മാത്രമേ ഒരു ആന വന്നിട്ട് നമ്മളെ ആക്രമിക്കുള്ളൂ. അല്ലെങ്കിൽ എത്രയോ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യ സാന്നിധ്യമൊക്കെ ആനക്ക് വളരെ ദൂരെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ഒരു കടുവക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കാട്ടിൻ്റെ റോഡിലേക്ക് ഒരു മനുഷ്യനുണ്ട് കയറിയിട്ട് ഓടിച്ച് വിടാം അയാളെ എന്ന് കരുതിക്കൊണ്ട് ആനയോ കടുവയോ ഓടി വരാറില്ല. അവർ അവരുടെ ഒരു സേഫർ സോണുണ്ട്. ആ സോണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തുന്നതോട് കൂടിയിട്ടാണ് ഇവരൊക്കെ നമ്മളെ കഴിവതും അവർ ഒഴിവാക്കുകയാണ് ചെയ്യുക. ആനയായാൽ പോലും അല്ലാതെ അനങ്ങാതെ നിൽക്കും. നമ്മൾ വീണ്ടും അടുത്തോട്ട് പോകുന്നില്ലെങ്കിൽ അവരുടെ പണി തുടരുകയേ ചെയ്യുള്ളൂ. അതേസമയം നമ്മൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിലാണ് നമ്മൾ ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്യുക. അത് മോക്ക് ചാർജ് ആയിരിക്കും പലപ്പോഴും. ഒന്ന് മുന്നോട്ട് വന്ന് അവർ തിരിച്ചങ്ങ് പോകും. അതേസമയം ചിലപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ട് ഈ മോക്ക് ചാർജ് റിയൽ ചാർജായി മാറിക്കൂടാ എന്നില്ല. ആ ചാർജിൽ നമ്മൾ വളഞ്ഞിട്ടോ പൊളഞ്ഞിട്ടോ കയറ്റം കയറിയിട്ടോ ഇറങ്ങിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ തന്നെ വയനാട് ഒരു ആന ഒരു സ്റ്റെപ്പുള്ള ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കൂടി മിന്നൽ പോലെ കയറി ആ ഒരു മനുഷ്യൻ ആ ഗേറ്റ് ചാടിക്കടന്ന് അയാളുടെ വീട്ടിൻ്റെ, അതായത് നമ്മൾ ഒരിക്കലും ഒരു ആന പോയിട്ട് ഒരു മനുഷ്യന് പോലും അങ്ങോട്ട് ചാടിക്കയറി വരുമെന്ന് വിചാരിക്കാതെ ഗേറ്റ് കടന്നിട്ട് അയാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് എത്തുമ്പോഴേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ നേരെ പോയ ആന ആ വഴി കയറിയ ഒരു വീഡിയോ ക്ലിപ്പിങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. നമ്മൾ ഞെട്ടിപ്പോകുന്നതാണ്. ഈ ആന ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ കടക്കും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഗേറ്റും ഒക്കെ വെച്ച് ഒരു സാധനം തകർത്ത് അപ്പുറത്തേക്ക് വരുന്നു. അപ്പോൾ ആനയെ സംബന്ധിച്ചിടത്തോളം ചെറിയ തടസ്സങ്ങളോ കുഴികളോ ഒന്നും ഒരു ഘടകമേ അല്ല. പിന്നെ പറയാറുള്ള ആകെയുള്ള ഒരു കൗതുകം, ആനക്ക് ഓടാൻ പറ്റില്ല എന്ന് പറയും. നമ്മൾ ആനയോട്ട മത്സരമൊക്കെ നടത്തുമെങ്കിൽ കൂടി സാങ്കേതികമായിട്ട് ആനകൾ ഓടാറില്ല എന്നാണ് പറയുക. നമ്മൾ ഓട്ടം എന്ന് പറയുന്ന ഒരേ സമയം കാലുകൾ രണ്ടെണ്ണമെങ്കിലും വായുവിൽ നിൽക്കുമ്പോഴാണ് ഒരു ജീവി ഓടുക എന്ന് പറയുക. ബാക്കിയുള്ളതൊക്കെ നടത്താണ്. നമ്മൾ കുതിര ഓടുക എന്ന് പറയുമ്പോൾ കുതിരയുടെ 4 കാലിൽ 2 കാല് എപ്പോഴും അല്ലെങ്കിൽ 4 കാലും എപ്പോഴും ഏതെങ്കിലും ഒരു നിമിഷം വായുവിലുണ്ടാവും. അതിനാണ് നമ്മൾ ഓട്ടം എന്ന് പറയുക. ആനകൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ആന വേഗത്തിൽ നടക്കുകയാണ് ചെയ്യുക. നമ്മളതിനെ ഓട്ടമെന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ആനയുടെ ഒരു പ്രത്യേകത അതിൻ്റെ വേഗത പെട്ടെന്ന് കൂട്ടാനോ കുറക്കാനോ ചാടാനോ അവർക്ക് പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കരുതുന്നതിനേക്കാളും അതിവേഗതയില്ല. അവയുടെ 2 കാലെടുത്ത് വെക്കുന്നത് നമ്മുടെ 5-6 കാല് എടുത്ത് വെക്കുന്നതിൻ്റെ ദൂരമാണ്. അതുകൊണ്ട് ആന മോക്ക് ചാർജ് അല്ലാതെ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ രക്ഷപ്പെടുന്നതിൽ വളരെ വളരെ കുറവ് മാത്രമായിരിക്കും. ആനക്ക് മടുത്തത് അല്ലെങ്കിൽ വേണ്ട എന്ന് കരുതി അവർ തിരിച്ചു പോകുന്നത് വരെ നമ്മുടെ അപകടം നമ്മുടെ മുന്നിലുണ്ട്. അതേസമയം മറ്റ് മൃഗങ്ങൾ, കരടിയെ പോലെയുള്ള ജീവികൾ, കരടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കരടി 2 കാലിൽ നിൽക്കുന്ന ജീവിയാണ്. ആവശ്യമുണ്ടപ്പോഴൊക്കെ അപ്പോഴും അതിൻ്റെ വലിപ്പത്തിൻ്റെ വ്യത്യാസമുണ്ട്. കരടിയുടെ ഭക്ഷണമല്ല കരടി നമ്മളെ പോലെയുള്ള ജീവികളെ കൊന്നു തിന്നുന്ന വലിയ സസ്തനികളെയൊന്നും കൊന്നു തിന്നുന്ന ജീവിയേ അല്ല. അപ്പോൾ മാംസം കഴിക്കും. മാംസം എന്ന് പറഞ്ഞാൽ അഴുകിയ മാംസമാണ് കഴിക്കുക. പഴയ നമ്മളെ കഥകളിൽ കാട്ടിൽ പോയപ്പോൾ 2 പേരുടെ കഥ പഠിക്കാനുണ്ടല്ലോ, മല്ലനും മാദേവനും. അതായത് ഒരാൾ ചത്തതുപോലെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വന്ന് മണത്ത് നോക്കി ജീവനില്ലാന്ന് കണ്ട് ഒഴിവാക്കിയെന്നും മറ്റേയാൾ കയറി മരത്തിൽ ഒളിച്ചു നിന്നു. മാദേവൻ ബുദ്ധിമാനായ മല്ലൻ കിടന്നെന്നോ കഥ അങ്ങനെയാണ്. അതിൽ 2ലും തമാശയുള്ളതെന്ന് വെച്ചാൽ മരത്തിൽ കയറിയ ഒരാളെ പിടിക്കാൻ കരടിക്ക് ഒരു വിഷമവുമില്ല. ഏത് തുഞ്ചത്ത് വരെ കയറാൻ പറ്റുന്നവരാണ് കരടികൾ. രണ്ടാമത്തേത്, കരടികൾ ഇഷ്ടപ്പെടുന്നത് ചത്ത ശവം അല്ലെങ്കിൽ ചത്ത് അഴുകി കുറച്ച് ദിവസം പഴക്കമുള്ള ശവമാണ്. ഇത് ശവമാണെന്ന് അറിഞ്ഞാലാണ് ചിലപ്പോൾ അതിനെ തിന്നുക. അപ്പോൾ അങ്ങനെ കൗതുകമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് കരടികൾ വളരെ അഗ്രസീവായിട്ട് ആക്രമിക്കുന്ന ഒരു ജീവികളാണ്. ബാക്കി ജീവികളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിന് പകരം കരടികൾ നമ്മുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നേരെ തന്നെ വന്ന് ചിലപ്പോൾ നമ്മളെ മാന്തി പൊളിച്ച് നമ്മളെ ജീവൻ അപകടത്തിലാക്കുന്ന ഒരു ജീവിയാണ്. പ്രധാനമായിട്ടുള്ളത് നമ്മുടെ സ്ലോത്ത് ബെയറുകൾ എന്ന് പറയുന്ന ജീവിയാണ്. കരടികൾ ലോകത്ത് പലതരത്തിലുള്ള കരടികളുണ്ട്. നമ്മുടെ ഇവിടെയുള്ള കരടികൾ സ്ലോത്ത് ബെയറുകളാണ്. സ്ലോത്ത് എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ജീവിയാണല്ലോ. അതല്ല, അതിൻ്റെ നഖങ്ങൾ പോലെയുള്ള കൂർത്ത നഖങ്ങളുള്ളതുകൊണ്ടാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം ചെതലും ഉറുമ്പുകളും ഒക്കെയാണ്. തേനും അതേപോലെ തേനടയിലുള്ള പുഴുക്കളെയും ഒക്കെ ഇവ തിന്നും. മാന്തി പൊളിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് വളരെ ആഴത്തിൽ, നമ്മൾ വളരെ ഉറപ്പുള്ള മണ്ണ് എന്ന് കരുതുന്ന സ്ഥലത്ത് തന്നെ മീറ്ററുകൾ താഴത്ത് ചെതലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാന്തി പെട്ടെന്ന് തന്നെ വലിയ കല്ലുകളടക്കം മാറ്റാൻ ഇവർക്ക് പറ്റും. ആ കൂർത്ത
നഖങ്ങൾ കൊണ്ട് ഒരു മാന്തൽ നമ്മുടെ മുഖത്തോ എവിടെയും കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ മാംസം മുഴുവൻ അടർന്നു പോകുന്ന ഒരു അപകടമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള നമ്മുടെ കാടുകളിലുള്ള ഒരു ജീവിയായിട്ട് വേണമെങ്കിൽ പറയാവുന്നത് സ്ലോത്ത് ബെയറുകൾ കൂടിയാണ്.